എടുത്താൽ കൈപൊള്ളുന്ന വാക്കാണ് പ്രോഗ്രസ് എന്നുള്ളത്. ലോകം സമ്മതിക്കാത്ത ഒരാശയമാണ്. നിന്നയിടത്ത് നിൽക്കാൻ വേണ്ടി അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ആശാൻ ദുരവസ്ഥയുടെ ആരംഭത്തിൽ പറഞ്ഞില്ലേ, മുമ്പോട്ട് കാലം കടന്നു പോയിടാതെ പിമ്പെ സ്മൃതികളാൽ കോട്ട കെട്ടി. കാലം മുമ്പോട്ട് പോകുന്നത് എപ്പോഴും ആളുകൾ കോട്ട കെട്ടി തടഞ്ഞു നിർത്തിയിരുന്നു. കണ്ണൂരിലെ അഴീക്കോട് ഒരു അഴിമുഖമാണ്. എന്നാൽ കാറ്റായും കടലായും കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിലാകെയും മലയടിച്ച ഒരു സമരമുഖമാണ് മലയാളിക്ക് ഡോക്ടർ സുകുമാർ അഴീക്കോട്. കേരളത്തിൻ്റെ ഏക സാംസ്കാരിക നായകൻ, മഹാനായ വാഗ്ഭടാനന്ദ ഗുരുവിൻ്റെ ശിഷ്യനും വാക്കിൻ്റെ കരുത്തിലും മൂർച്ചയിലും മറ്റൊരു വാഗ്ഭടനായി തന്നെയാണ് ഇവിടെ മുഴങ്ങി നിന്നത്. മലയാളത്തിൻ്റെ ആ സാംസ്കാരിക സൗകുമാര്യത്തെ സാഗരഗർജനമെന്ന് വിശേഷിപ്പിച്ചത് സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ്. 60കളുടെ ആദ്യം ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നുവെന്ന ഖണ്ഡന വിമർശന കൃതിയിലൂടെയാണ് സാഹിത്യലോകത്ത് ആദ്യമായി അഴീക്കോട് ഒരു കസേര വലിച്ചിട്ടിരിക്കുന്നത്. പിന്നാലെ ആശാന്റെ സീതാകാവ്യം തൊട്ട് ഉപനിഷത്തിന്റെ അകക്കാമ്പെഴുതിയ തത്വമസി വരെയുള്ള രചനാപ്രവാഹങ്ങൾ. ഞാൻ ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സിന് വേണ്ടി പാർലമെൻറ്റിൽ മത്സരിച്ചവനാണ്. 1962 പഴയ ചരിത്രമാണ്. 62 എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടായി ഏകദേശം. അന്ന് മത്സരിച്ചപ്പോൾ ജനങ്ങൾക്ക് എന്നേക്കാൾ ബുദ്ധിയുള്ളതുകൊണ്ട് അവരെ തോൽപ്പിക്കുകയുണ്ടായി. പിന്നീട് കോൺഗ്രസിനോട് വിട പറഞ്ഞ് ഇടതു സഹയാത്രികനായ അഴീക്കോട് രാഷ്ട്രീയത്തിൻ്റെയോ പ്രശസ്തിയുടെയോ കള്ളികൾ നോക്കാതെ ആരെയും വിമർശിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള തൻ്റെ ഇടങ്ങൾ കൊണ്ടാണ് കേരള മനസാക്ഷിയുടെ മുഴക്കമായത്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ രാജ്യത്തെ ഹിന്ദുത്വ ഭീഷണിയെക്കുറിച്ച് അഴീക്കോട് മുന്നറിയിപ്പ് തന്നിരുന്നു. പിന്നീട് ആ താഴികക്കുടങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ അതിനെതിരെ തൻ്റെ പ്രഭാഷണ കലയുടെ സർവ്വശക്തിയും സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. രാജ്യം രാമക്ഷേത്ര ഭീകരതയുടെ ലഹരിയിൽ പൂർവാധികം വർഗീയ വിദ്വേഷങ്ങളിലേക്ക് അമരുമ്പോൾ മറ്റെല്ലാ മതേതരമായ ആഗ്രഹങ്ങൾക്കുമൊപ്പം കേരളം അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ എന്നുകൂടി ആഗ്രഹിച്ചു പോകുന്നു. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.